കുരിശടയാളം വരച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മെ വിളിച്ചുണർത്തി ഈ പ്രഭാതം കാണാൻ ഭാഗ്യം നൽകിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്കവിടുത്തെ സന്നിധിയിലായിരിക്കാം. ഈശോയെ, അങ്ങ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. നല്ലൊരു കുടുംബം നൽകി, ജീവിത പങ്കാളിയെ നൽകി, മക്കളെ നൽകി, മാതാപിതാക്കൾ, കൂടപ്പിറപ്പുകൾ എല്ലാവരെയും നൽകിയതിന് നന്ദി പറയുന്നു. നല്ലൊരു കുടുംബ അന്തരീക്ഷത്തിൽ ജനിക്കുവാൻ, ജീവിക്കുവാൻ കൃപ തന്നതിന് നന്ദി പറയുന്നു. ഈ സമയം നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ സമാധാനം നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ എന്ത് പ്രയോജനമല്ലേ? നമ്മുടെ നേട്ടങ്ങൾ പോലും നിഷ്പ്രയോജനകരമായി തോന്നിപ്പോകും. ഇന്ന് സാത്താൻ കൂടുതലും നോട്ടമിട്ടിരിക്കുന്നത് കുടുംബങ്ങളെയാണ്. കുടുംബങ്ങളെ തകർക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യസാധ്യത്തിനായി അവൻ കുടുംബങ്ങളെ തമ്മിൽ അകറ്റുന്നു, വിഭജനവും അസ്വസ്ഥതയും ജനിപ്പിക്കുന്നു, വിദ്വേഷം ഉണർത്തിവിടുന്നു, അനൈക്യവും അവിശ്വസ്തതയും ഉണ്ടാക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള അകൽച്ചയും തകർച്ചയും അവൻ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. ഇന്ന് ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ സംഭവിക്കുന്നുണ്ട്. ഡിവോഴ്സിൻ്റെയൊക്കെ എണ്ണം ഏറി വരികയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ദമ്പതികൾ മാനുഷികമായി ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. സാത്താനാണ് തങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് അവർ അറിയുന്നുമില്ല. മാനുഷികമായി ഇത്തരമൊരു പ്രതിസന്ധിയെ നേരിടാനോ പരിഹരിക്കാനോ നമുക്ക് കഴിയണമെന്നില്ല. അപ്പോൾ നമുക്കുണ്ടാവേണ്ടത് പ്രാർത്ഥനയും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവുമാണ്. ഇതെപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നോ അപ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടായി തുടങ്ങും. ഇക്കാര്യത്തിൽ നമ്മെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. നരക സർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ മറിയം തന്നെ. അതുകൊണ്ട് പ്രിയമക്കളെ, കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തലപൊക്കുമ്പോഴോ അസ്വസ്ഥതകൾ മാറാതെ ഇരിക്കുമ്പോഴോ ഒന്നിനു പുറകെ ഒന്നായി കലഹങ്ങൾ കുടുംബത്തിലുണ്ടാകുമ്പോൾ, മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ: പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പ്രഭാതത്തിൽ ഒരു കൊച്ചു പ്രാർത്ഥന പറഞ്ഞു തരാം. കുടുംബത്തിൽ അസമാധാനം നിറയുമ്പോൾ, കലഹങ്ങൾ വർദ്ധിക്കുമ്പോൾ, സമാധാനമില്ലാത്ത അവസ്ഥയിൽ, മക്കൾ അനുസരണക്കേട് കാണിക്കുമ്പോഴൊക്കെ നിങ്ങൾ ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള പൈശാചിക ശക്തിയെ തകർക്കണമേ. അതിശക്തമാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള പൈശാചിക ശക്തിയെ തകർത്ത് കളയണമേ. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളെയും തകർത്ത് കളയണമേ. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള സാമ്പത്തിക മേഖലകളുടെ മേലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും തകർത്ത് കളയണമേ. നരക സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലുമുള്ള പൈശാചിക ശക്തിയെ തകർക്കണമേ. ആമേൻ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികളെന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ. റാഫേൽ, ഗബ്രിയേൽ, മീഖായേൽ, മാലാഖമാർ, ദൂതന്മാർ, യൗസപിതാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ.
പത്രോസ് പൗലോസ് ഇടയന്മാർ, രക്തസാക്ഷികൾ ശിഷ്യന്മാർ, വിശുദ്ധരാകും പുണ്യാത്മാക്കൾ കാവൽ എന്നും നൽകട്ടെ. തിരുവചനത്തിൻ ശക്തിയാൽ അഭിഷേകത്താൽ നിറയട്ടെ. തിരുരക്തത്തിൻ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ. വിശുദ്ധ കുരിശിൻ അടയാളത്താൽ രക്ഷകനേശു ജയിക്കട്ടെ. ദുഷ്ടാരൂപികൾ അകലട്ടെ. ദൈവാത്മാവ് ഭരിക്കട്ടെ. യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ. സാത്താൻ ശക്തികൾ തകരട്ടെ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മക്കളെയെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, പഠനത്തിനും ജോലിക്കുമായി വിദൂര ദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ, എല്ലാവരെയും ഈ സമയം കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ വചനത്തിൻ്റെ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി മക്കളുടെ ജീവിതങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ മാതാപിതാക്കളായ നമുക്ക് ഈ സമയം ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-26 വചനം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഓ കർത്താവേ, ഞങ്ങളുടെ മക്കളെ ഇതാ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഓ ഈശോയെ, ഈ വചനം ഇന്ന് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് അയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രഭാതത്തിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ലൂക്ക 1:35 വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി അവരുടെ മേൽ ആവസിക്കും. സങ്കീർത്തനം 121:5 വചനം. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. കർത്താവേ, ഈ വചനം ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണമായി മാറട്ടെ, കാവലായി മാറട്ടെ. കർത്താവാണ് അവരുടെ കാവൽക്കാരൻ, അവർക്ക് തണലേകാൻ അവിടുന്ന് അവരുടെ വലതുഭാഗത്തുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 121:5 ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലതുഭാഗത്തുണ്ട്. നിയമാവർത്തനം 15:10 വചന മക്കൾക്ക് വേണ്ടി സമയത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ, ഈ വചനം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും കർത്താവെ അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും, നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 115:14 വചനം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. കർത്താവേ, ഈ വചനം
ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഇന്ന് അനുഗ്രഹമാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും. ഓ കർത്താവേ, ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അവിടുന്ന് ഇപ്പോൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ അതിരുകളെ അവിടുന്ന് വിസ്തൃതമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ 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 ഹാലലുയ. യേശുവേ ആരാധന 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്ന ഈ പ്രഭാതത്തിൽ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. യേശുവേ നന്ദി 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 നന്ദി. ഈശോയെ തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഈ പ്രഭാതം കാണാൻ കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. നല്ല മക്കളെ തന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ഈശോയെ നന്ദി നന്ദി നന്ദി. ഈശോയെ നന്ദി. യേശുവേ ആരാധന 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 ആരാധന. മഹത്വം 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 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ദൈവനാമ മഹത്വപ്പെടട്ടെ. ഹാലലുയ ഹാലലിയ 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 ഹാലലിയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. യേശുവേ 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 യേശുവേ. ഈശോയെ 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 ഈശോയെ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ പ്രഭാതത്തിൽ എല്ലാ കുഞ്ഞുങ്ങളിലേക്കും നിറയണമേ. പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തയെ, ഭാവനയെ, ഓർമ്മയെ പരിശുദ്ധാത്മാവെ ഏറ്റെടുത്ത് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലിയ 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 ഹാലലിയ. റൂഹായേ വരണമേ വരണമേ വരണമേ. റൂഹായേ നിറയണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലിയ 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 ഹാലലിയ. സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. ഈശോ നന്ദി നന്ദി നന്ദി. സ്തുതി. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗൃഹേ വാണിടുവിൻ. തിരുജീവൻ നേടിടുവിൻ. സമയം സമാഗതമാ. സകലരും മനോതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ. സകലരും മനോതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിയിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സംരക്ഷണ യാചിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിലെ വിജയത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും
ബന്ധുമിത്രാദികളെയും ഭവനങ്ങളെയും പരിസരങ്ങളെയും അങ്ങയുടെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാദപീഠത്തിങ്കൽ വയ്ക്കുന്നു. ആമേൻ. കാവൽ മാലാഖയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ.